സജീഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നേരത്തെ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അടിയന്തരാവസ്ഥ ഇപ്പോൾ സംഘ് പരിവാറിൻ്റെ BJP-യുടെ അവരുടെ രാഷ്ട്രീയ വിശദീകരണത്തിൻ്റെ ഒരു നറേറ്റീവിൽ എപ്പോഴും ഉള്ളതാണ് ഈ പറഞ്ഞതുപോലുള്ള പല തരത്തിലുള്ള ലംഘനങ്ങൾ ഈ രാജ്യത്ത് ഈ ഭരണകാലത്ത് നടക്കുന്നു എന്നത്, ഭരണഘടനാ ലംഘനങ്ങൾ തന്നെ നടക്കുന്നു എന്ന പ്രശ്നമൊക്കെ ഉന്നയിക്കുമ്പോൾ അടിയന്തരാവസ്ഥ ചൂണ്ടിക്കാട്ടുകയും അതിനെതിരായ പോരാട്ടം നടത്തിയതിൻ്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് ആ ദിശയിൽ സഞ്ചരിക്കുന്നവരാണോ ഞങ്ങൾ എന്ന മറുചോദ്യം ചോദിക്കും. ഇവിടെയും ശ്രീ സോമൻ അതാണിപ്പോൾ ചെയ്തു വെച്ചത്. അല്ല, ചരിത്രത്തെ വളച്ചൊടിക്കുകയും തങ്ങൾക്ക് അനുകൂലമാക്കി വക്രീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യം. അടിയന്തരാവസ്ഥയെ നേരിട്ടത് ഞങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അടിയന്തരാവസ്ഥയെ നേരിട്ടത് എന്താണ്? ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ വൈവിധ്യങ്ങളുടെ യോജിപ്പാണ്. ആ വൈവിധ്യങ്ങൾ എല്ലാവരും യോജിച്ചു. അപ്പോൾ നിങ്ങളീ പറഞ്ഞ ജനസംഘം പിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞു. ജനസംഘം പിരിച്ചുവിട്ട് ഈ പറഞ്ഞ RSSുമായി ബന്ധം സ്ഥാപിച്ചാൽ പറ്റില്ല, ഏത് ഈ വൈവിധ്യത്തെ പോലും നിങ്ങളെ പെടുത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വൈവിധ്യത്തെ ഇല്ലാതാക്കി ജനതാ പാർട്ടിയിൽ എല്ലാവരും കൂടി ചേർന്നൊക്കെയല്ലേ അന്ന് പോയത്. അന്ന് ഒരുമിച്ച് ആണോ? നിങ്ങളുടെ ഈ പറഞ്ഞ ഉള്ളിൽ നിൽക്കുന്ന ഈ അപകടത്തെ അന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനസംഘം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ആവുന്നത് എന്നൊക്കെയുള്ള ചരിത്രമുണ്ട്. അത് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയരുത്. അപ്പോൾ വൈവിധ്യം അന്നും ഭരണഘടനയെ, അടിയന്തരാവസ്ഥയുടെ കാലത്തും ഭരണഘടനയെ സംരക്ഷിക്കാൻ വന്നത് ഈ രാജ്യത്തിൻ്റെ വൈവിധ്യമാണ്. പ്രാദേശിക പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വന്ന് എന്നതിൻ്റെ തെളിവാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി അതിൻ്റെ കൂടി, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഒറ്റ കാര്യം കൂടി കാണേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോ കമ്മീഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വരുന്നതോടുകൂടി ഇതിനകത്തൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ അത് കാര്യം സൂചിപ്പിച്ചു. എങ്കിലും ഒരു കാര്യം പറയാം, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയെ ദുർബലപ്പെടുത്തി ഇന്ത്യയിലെ ഭരണകൂട സംവിധാനത്തെ പൂർണ്ണമായും കാൽക്കീഴിലാക്കുക. അതിൽ ഒന്ന് പ്രധാനമായും ലെജിസ്ലേച്ചറാണ്. ആ ലെജിസ്ലേച്ചറിനെ തങ്ങളുടെ കാൽക്കീഴിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കുതിരക്കച്ചവടത്തെ ഓമന പേരിട്ട് ഓപ്പറേഷൻ കമലയാക്കി വൻതോതിൽ പണം സമാഹരിച്ച് MLA-മാരെയും MP-മാരെയും വിലക്ക് വാങ്ങി ജനാധിപത്യത്തെ ഒരു വശത്ത് വിലക്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ ബോണ്ട് ഉൾപ്പെടെ വാങ്ങുന്ന കോർപ്പറേറ്റുകളിൽ നിന്ന് സ്വീകരിക്കുന്ന സംഭാവന പോലും പുറത്തറിയാതിരിക്കാനുള്ള സമീപനം. ജനാധിപത്യത്തെ പണം കൊണ്ട് അട്ടിമറിക്കുക, ലെജിസ്ലേച്ചറിനെ സ്വന്തമാക്കുക. ഒന്നത്. രണ്ടാമത്തെ എന്താണ്? ജുഡീഷ്യറിയിൽ നിന്ന് റിട്ടയർ ആകുന്ന ആളുകൾ, ഇവർക്ക് വേണ്ടി വിധി പറയുന്ന ആളുകൾ. ഇപ്പോൾ ഈ ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ ഒരു ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾ ഇവരുടെ MP ആയിട്ട് പാർലമെൻറ്റിൽ ഇരിക്കുന്നുണ്ട്. രഞ്ജൻ ഗൊഗോയ് പാർലമെൻറ്റിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നയാൾ. പല പദവികളും കൊടുക്കുന്നു, ഗവർണർമാരാക്കുന്നു. ഈ ബില്ല് വരുമ്പോൾ രാജ്യത്തെയും സംസ്ഥാനത്തെയും എല്ലാം പിരിച്ചുവിട്ട് അല്ലെങ്കിൽ അവിടെ അധികാരം ഏറ്റെടുക്കാനുള്ള ഗവർണർമാരായിട്ട് ജുഡീഷ്യറിയിലെ ആളുകൾക്ക് അപ്പക്കഷ്ണം കൊടുത്ത് കൂടെ നിർത്തുന്നു, ജുഡീഷ്യറിയെ കൂടെ നിർത്തുന്നു. എക്സിക്യൂട്ടീവ്, ഇവിടെയുള്ള അന്വേഷണ സംവിധാനങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ, സേന, മറ്റ് എല്ലാം തന്നെ എക്സിക്യൂട്ടീവിനെ തങ്ങളുടെ കാൽക്കീഴിലാക്കുന്നു. മാത്രവുമല്ല, ഇതിനെക്കുറിച്ച് അല്പമെങ്കിലും ജനാധിപത്യപരമായി സംവദിക്കേണ്ട നാലാം തൂണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ അതിനെ മുഴുവൻ വിലക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്? ഇവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആശയപരിസരം ഒരുക്കുകയാണ്. ഇങ്ങനെയാണ് ഇവരിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ JPC ഉണ്ടായാലും അല്ലെങ്കിൽ ലോ കമ്മീഷൻ പറഞ്ഞതിലൊക്കെ പല കാര്യങ്ങളുണ്ട്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? അതിനകത്ത് പിന്നെ ഈ അടുത്ത പ്രധാനമന്ത്രിയാക്കുന്ന ആളാര്, മുഖ്യമന്ത്രി ആളാക്കുന്നതിനുള്ള നോമിനേഷൻ കൂടി നടത്തിയിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതായത് ജനാധിപത്യത്തിൽ അവിശ്വാസം പോലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇത് മാറും. പിന്നെ ഒറ്റ കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിലെ ഈ ജനാധിപത്യ സംവിധാനത്തെ ഏകാധിപത്യത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സഭകൾ ഇങ്ങനെയായത്. ലോക്സഭ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത്, ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന രാജ്യസഭ, ആ രാജ്യസഭ പല ഘട്ടങ്ങൾ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഏകാധിപത്യത്തിൻ്റെ ഭാഗമായി അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞാലും രാജ്യസഭയ്ക്ക് പ്രതിരോധിക്കാൻ വേണ്ടി കഴിയും. ഈ കർശനമായ പ്രതിരോധങ്ങളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൈനിക മേധാവി ഉൾപ്പെടെയുള്ള മൂന്നായി നിൽക്കുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി വരുന്ന രാഷ്ട്രപതി അതിൻ്റെ സർവ്വസൈന്യാധിപനാകുന്നു. ഇങ്ങനെ അടിയന്തരാവസ്ഥയെ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നില്ല. അടിയന്തരാവസ്ഥ കൊണ്ടുവന്നയാളെ പരാജയപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാമാണ് ഇന്ത്യൻ ജനാധിപത്യം. ആ ജനാധിപത്യത്തിൻ്റെ കരുത്ത് ചോർത്തുകയാണ്. 400 സീറ്റുമായി വന്ന് ഞങ്ങൾ ഭരണഘടനയെ തകർത്ത് കളയുമെന്ന് പറയുമ്പോൾ ഇല്ല, അതിന് കഴിയില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് ആളുകളെ കണ്ണിൽ പൊടിയിട്ട് ഈ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറയാം, ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാം. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരം മുഴുവൻ കവരുമ്പോൾ
നിങ്ങളാണ് പണവിതരണം മുഴുവൻ നടത്തുന്നത്. ഇപ്പോൾ ചോദിക്കാനെങ്കിലും ഒരാളുണ്ട്. അതായത് വയനാട് ദുരിതമുണ്ടായപ്പോൾ 10 പൈസ തരാതിരിക്കുമ്പോൾ ചോദിക്കാൻ ഇവിടെ ഒരു കേരള സർക്കാരെങ്കിലും ഉണ്ട്. നിങ്ങളീ പറഞ്ഞ ഫെഡറലിസം അട്ടിമറിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാർ പോലും ഇല്ലാത്ത നിലയിലേക്ക് മാറും. അതിനാണ് വിചാരധാരയുടെ ഭാഗമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ ഉള്ളിൽ സ്വയംഭരണമോ അർദ്ധ സ്വയംഭരണമോ ഉള്ള സ്റ്റേറ്റുകൾ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നുള്ള വിചാരധാരയുടെ RSSന്റെ കാഴ്ചപ്പാടാണിത്.